ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പ്രധാന ശില്പിയായ ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്, ഭരണഘടന വക്കീലന്മാരുടെ കയ്യിലെ വെറും ആധാരമോ കൈപ്പുസ്തകവുമല്ല, അത് ജനജീവിതത്തിൻ്റെ അന്തസ്സത്തെയാണ്, അത് കാലഘട്ടത്തിൻ്റെ ശോഭയാണ്. ഭരണഘടന എന്ന് തമസ്കരിക്കപ്പെടുന്നുവോ അത് ഏതിൻ്റെയും, അത് സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ജീവിതത്തെ നന്നായി തന്നെ ബാധിക്കും. പലപ്പോഴും പലർക്കും ഭരണഘടന എന്നത് വെറും കൈപ്പുസ്തകമായിട്ട് തോന്നുന്നുണ്ട്. ഇന്നലെയോ ഏതോ ഒരു സഭാപിതാവ് പറഞ്ഞ ഒരു വാക്യം ഓർമ്മയിലേക്ക് വരികയാണ്. നിൽക്കണമോ പോകണമോ ജനാധിപത്യം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കൊന്ന് മർത്തമാ സഭയിലെ വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞതാണ്. നിൽക്കണമോ പോകണമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജനാധിപത്യം എന്ന്. ഭരണഘടന ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം ഭംഗിയായിട്ട് പോവുകയുള്ളൂ എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് ഇടതുവശത്തുകൂടിയാണ്. എൻ്റെ രീതിയിൽ തന്നെ എനിക്ക് അമേരിക്കയിൽ പോയി ഇടത്തുകൂടെ പോകണമെന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. അവിടുത്തെ ഭാഷയ്ക്കനുസരിച്ച്, അവിടുത്തെ ഭരണഘടനയ്ക്കനുസരിച്ച്, ചിന്തയ്ക്കനുസരിച്ച് മാത്രമേ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനൊക്കെയുള്ളൂ. അപ്പോൾ ഓരോ ദേശത്തിനും ഓരോ സഭയ്ക്കും ഓരോ സംസ്കാരത്തിനും അതിൻ്റേതായ ചിട്ടവട്ടങ്ങളും നിയമസംഹിതകളുമുണ്ട്. അതിൻ്റെ നവതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആ ഭരണഘടനയുടെ ഓർമ്മയും അത് എഴുതിയ, അതിന് നേതൃത്വം കൊടുത്ത ശില്പിയായ, നമ്മുടെ സഭയുടെ ഭരണഘടനയുടെ പ്രധാന ശില്പിയായ വട്ടശ്ശേരിൽ പരിശുദ്ധ പിതാവിൻ്റെയും ഓർമ്മയും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലേക്ക് വന്നതിൻ്റെ ആ ഒരു ദിവ്യ ഓർമ്മയും കൊണ്ടാടുന്നത് ലോകം മുഴുവനും അറിയിക്കുവാനാണ് നിങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ട് വിഷമിച്ച് വാടി വരുന്നതെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ യാത്ര അനുഗ്രഹമായി തീരട്ടെ, നിങ്ങളുടെ ഈ യത്നം നന്നായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് മലബാർ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്ത ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്താം. എന്നെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട MP ക്ക് പ്രത്യേകം നന്ദിയും പറയുന്നു.